ആസ് എ ബയേഴ്സ് ഏജന്റ് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുകയോ ചെയ്യില്ലാത്ത 3 ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റീജിയണൽ ടൗൺസിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ വൺ സെക്ടർ. ഫോർ എക്സാമ്പിൾ ഒരു റീജിയണൽ ഏരിയ ഇപ്പോൾ ഒരു സെക്ടറിന് അല്ലെങ്കിൽ മൈനിങ്ങോ അല്ലെങ്കിൽ ഒരു ടൂറിസമോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സെക്ടർ ആണെങ്കിൽ ഈ ഒരു ഫാക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, മൈനിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ്, മൈനിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ടൂറിസം അവിടെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ അവിടുന്ന് മൂവ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ മൂവ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് എല്ലാം വേക്കൻ്റ് ആയി തുടങ്ങും, സ്റ്റോക്സ് കൂടുതൽ വരാൻ തുടങ്ങും, ആ സ്റ്റോക്കിനനുസരിച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ പ്രോപ്പർട്ടിയുടെ പ്രൈസ് ഡെഫിനറ്റ്ലി ആയിട്ട് താഴോട്ട് പോകും. അതാണ് ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഞാൻ ഒരിക്കലും ചെയ്യില്ലാത്തെന്ന് പറയുന്നത് ഒരു ഹൈ ഡെൻസിറ്റി അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഹൺഡ്രഡ്സ് ഓഫ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹൈ റൈസിങ് ബിൽഡിങ്ങിലുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിമിലർ ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ഒരു സർട്ടൺ ഏരിയയിൽ ഒരേ സമയം വരികയാണ്. അപ്പം ടെനൻസിന് ഓപ്ഷൻസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് റെൻറ്റിന് എടുക്കാൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിലും ബെറ്റർ പ്രൈസിന് വേറൊരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ക്യാപിറ്റൽ ഗ്രോത്ത് ഒരിക്കലും നമുക്ക് കൂടാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇതുവരെയുള്ള ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള അപ്പാർട്ട്മെന്റ്സിൻ്റെ പ്രോപ്പർട്ടിയിലെ ഒരു ക്യാപിറ്റൽ ഗ്രോത്ത് കൂടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ് ആണ് ഇൻ എ ഡെവലപ്പിംഗ് എസ്റ്റേറ്റ്. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരേ ടൈപ്പിലുള്ള ഹൗസ്, നേരത്തെ ഞാൻ അപ്പാർട്ട്മെന്റ് കേസ് പറഞ്ഞ പോലെ ഈ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ് ഉള്ള വീടുകളെല്ലാം കൂടെ ഓൾമോസ്റ്റ് സിമിലർ ടൈമിലായിരിക്കും വരുന്നത്. അപ്പോൾ ഓവറായിട്ട് സപ്ലൈ ഒരേ സമയം നമുക്ക് വരികയാണ്. അപ്പോൾ ടെനൻസിനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബയേഴ്സിനോ ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടി അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സപ്ലൈ കൂടുതലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്യാപിറ്റൽ ഗ്രോത്ത് ഒരിക്കലും കൂടാൻ ചാൻസ് ഇല്ല. ക്യാപിറ്റൽ ഗ്രോത്ത് കൂടാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടാൻ ചാൻസ് ഇല്ല എന്നാണ് മീനിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും ആ മണി നമ്മൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഇത്തിരി ഈസി ആയിട്ട് ക്യാപിറ്റൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് എല്ലാ പ്രോപ്പർട്ടീസും വന്ന് അതൊരു സ്റ്റേബിൾ ആയിട്ട് ഒരു മച്ചുവേർഡ് ആയിട്ടുള്ളൊരു സബർബ് ആയി കഴിഞ്ഞാൽ ഗ്രോത്ത് ആവും. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ സെവറൽ ഇയേഴ്സ്. അറ്റ് ദ സെയിം ടൈം ദ സെയിം മണി നമ്മൾ വേറെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പൊട്ടൻഷ്യലുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാനും ക്യാപിറ്റൽ ഗ്രോത്ത് ഇതിലൂടെ ഏർലി ആയിട്ട് അച്ചീവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ 3 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല, ആരോട് സജസ്റ്റും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് എവിടെയാണ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നോ അതിനെപ്പറ്റി ഏതൊക്കെ ടൈപ്പ് പ്രോപ്പർട്ടീസ് വാങ്ങാനോ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യുക. നമുക്ക് ഒരു ഹാഫ് ആൻ അവർ കോളിൽ വന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.